LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് മടി, മറവി, പ്രേത ഭയം, ഇരുട്ടിനോടുള്ള ഭയം, അനുസരണക്കേട്, തർക്കുത്തരം പറച്ചില്, രാത്രിയിൽ പേടി സ്വപ്നം കാണുക. ഇതെല്ലാം മാറ്റാൻ സാധിക്കുന്ന കാവൽ മാലാഖയോടുള്ള ഒരു പ്രാർത്ഥനയാണിത്. കാവൽ മാലാഖയോടുള്ള ഈ പ്രാർത്ഥന വീട്ടിൽ ചൊല്ലിയാൽ തീർച്ചയായും ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. എന്താണ് കാവൽ മാലാഖ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത്ഭുത ശക്തിയുള്ള ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. കാവൽ മാലാഖ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് ഓഫ് ഗാഡ് ആണ്. ഒക്ടോബർ 2 കാവൽ മാലാഖയുടെ തിരുനാൾ ചില ക്രിസ്ത്യൻ സഭകളിൽ ആഘോഷിക്കുന്നു. 1670 നമ്മളെ അനുദിനം സംരക്ഷിക്കുന്ന കാവൽ മാലാഖയ്ക്ക് വേണ്ടി ഒരു തിരുനാൾ ആരംഭിച്ചത്. ദൈവമാണ് കാവൽ മാലാഖമാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ള ഓരോരുത്തർക്കും ഓരോ കാവൽ മാലാഖ ഉണ്ട്. അമ്മയുടെ ഉദരത്തിൽ ജീവൻ ഉരുവാകുന്നത് മുതൽ നമ്മുടെ കാവൽക്കാരായി ഒരു കാവൽ മാലാഖയുണ്ട്. അതിനാൽ ഗർഭിണികളായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായി 2 കാവൽ മാലാഖമാർ ഉണ്ടായിരിക്കും. സന്ദേശവാഹകർ എന്നാണ് മാലാഖ എന്നതിന്റെ അർത്ഥം. പ്രധാന മാലാഖമാർ, അതായത് സെറാഫുകൾ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പേരുണ്ട്. അതായതൊക്കെയാണെന്ന് നോക്കാം. ഗബ്രിയേൽ മാലാഖ, മിഖായേൽ മാലാഖ, റഫായേൽ മാലാഖ, ലൂസിഫർ എന്നിവർക്കൊഴികെ മറ്റു മാലാഖമാർക്കൊന്നും പേരുകളില്ല. ഏറ്റവും കൂടുതൽ അറിവുള്ളവനും സുന്ദരനും ദൈവത്തിന്റെ പ്രിയ തോഴനുമായിരുന്നു ലൂസിഫർ മാലാഖ. ദൈവം ലൂസിഫറിന് ധാരാളം കഴിവുകൾ ദാനം നൽകി. എന്നാൽ തന്നിഷ്ടവും അഹങ്കാരവും മൂത്തപ്പോൾ ലൂസിഫറെയും കൂട്ടാളികളായ കുറെ മാലാഖമാരെയും ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ലൂസിഫറാണ് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജെറമിയ പ്രവാചകന്റെ 1-ാം അധ്യായത്തിലെ വചനങ്ങളാണ് ഇത്. ദൈവം ലോകം സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയും ഇനി ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഓരോ കാവൽ മാലാഖമാരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും നിയന്ത്രിക്കാൻ കാവൽ മാലാഖമാർക്ക് കഴിവില്ല. നല്ല വഴി, നല്ല ചിന്ത മനസ്സിൽ തോന്നിക്കുന്നത് കാവൽ മാലാഖയാണ്. ഒരു സാധനം മോഷ്ടിക്കുമ്പോൾ ഇത് മോഷണമാണ്, കുറ്റമാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. ഈ ചിന്തയുണ്ടാക്കുന്നത് കാവൽ മാലാഖയാണ്. മാലാഖമാർക്കും ചെകുത്താനും, അതായത് ലൂസിഫറും കൂട്ടാളികളും മനുഷ്യനെ പ്രേരിപ്പിക്കാൻ, തോന്നിപ്പിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ ചെകുത്താൻ മനുഷ്യരിൽ ചെലുത്തുന്ന പ്രേരണാശക്തി, അതായത് പ്രലോഭനം, മാലാഖമാരെക്കാൾ കൂടുതലാണ്. കാരണം ലൂസിഫർ ഏറ്റവും ശക്തിയുള്ള മാലാഖ ആയിരുന്നു. യേശുവിന്റെ മുന്നിൽ പോലും പ്രത്യക്ഷപ്പെട്ട് പ്രലോഭിപ്പിക്കാൻ മാത്രം ശക്തനാണ് ചെകുത്താൻ. ആദത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ പഴം കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞ് ശക്തമായി പ്രലോഭിപ്പിച്ചു. ചെകുത്താൻ ചീത്ത വഴി തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ നിറയ്ക്കുന്നു. നമ്മുടെ കാവൽ മാലാഖ നല്ല വഴി തിരഞ്ഞെടുക്കൂ, ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന ചിന്ത മനസ്സിൽ തോന്നിപ്പിക്കുന്നു. നല്ല വഴിയോ ചീത്ത വഴിയോ തിരഞ്ഞെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഏദൻ തോട്ടത്തിൽ നല്ല ഫലങ്ങളും ചീത്ത ഫലവും ഉണ്ടായിരുന്നു. ഏതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ചീത്തയെടുത്താൽ അതിന്റെ ഫലവും, നല്ലതെടുത്താൽ അതിന്റെ ഫലവും നാം തന്നെ അനുഭവിക്കണം. കാവൽ മാലാഖയ്ക്ക് നമ്മുടെ ചിന്തയെ ഇന്നത് ചെയ്യണം എന്ന് നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല. നമ്മളെ ഭയപ്പെടുത്തുവാനോ ശിക്ഷിക്കുവാനോ ഉള്ള ശക്തി കാവൽ മാലാഖയ്ക്കില്ല. കാവൽ മാലാഖയുടെ പ്രചോദനങ്ങൾ, അതായത് തോന്നലുകൾ അവഗണിച്ച് നിരന്തരം പാപത്തിൽ മുഴുകുമ്പോൾ പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് കാവൽ മാലാഖയ്ക്ക് നമ്മളെ രക്ഷിക്കുവാൻ കഴിയാതെ വരുന്നു. അപ്പോൾ സാത്താൻ നമ്മളെ പിടിമുറുക്കും. മോഷ്ടിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് തെറ്റാണ്, പാപമാണ് എന്ന ചിന്തയുണ്ടാകും. വീണ്ടും വീണ്ടും മോഷണം തുടരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാക്കുവാൻ കാവൽ മാലാഖയ്ക്ക് കഴിയാതെ പോകുന്നു. അതായത് ചെകുത്താൻ നമ്മളിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നർത്ഥം. തിന്മ ചെയ്യുന്നതിൽ നിന്ന് തടയാനുള്ള കഴിവ് കാവൽ മാലാഖമാർക്കില്ല. നല്ലതും ചീത്തയും ഏതെന്ന് മനസ്സിൽ തോന്നിക്കാൻ കാവൽ മാലാഖമാർക്ക് കഴിയുന്നു. തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അന്തിമ വിധിനാൾ വരെ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നു. കത്തി നിൽക്കുന്ന ഒരു മെഴുകുതിരി നാളം മുട്ടിലിഴിയുന്ന ഒരു കുഞ്ഞിനെ ആകർഷിക്കുന്നു. അതിന്റെ നിറം, തിളക്കം, ജ്വാലയുടെ ഡാൻസിങ് അതെല്ലാം ആ കുഞ്ഞിനെ പ്രലോഭിപ്പിക്കുന്നു. ജ്വാല കയ്യിലെടുക്കാനും സ്വന്തമാക്കാനുമായി കുഞ്ഞ് അതിനടുത്തേക്ക് നീങ്ങുന്നു. മുതിർന്നവർ ആ ജ്വാല കണ്ടാൽ അതിൽ പോയി തൊടാറില്ല. അതിൽ സ്പർശിച്ചാൽ ഉണ്ടാകുന്ന അപകടം തിരിച്ചറിയുന്നു. ചെകുത്താൻ താൽക്കാലിക സുഖജീവിതം എന്ന പ്രലോഭനം കാണിച്ച്
നമ്മളെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാവൽ മാലാഖ നല്ലത് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു. സഹനവും കല്ലും മുള്ളും ത്യാഗവും നിറഞ്ഞതാണ് ആ വഴി. ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനമാണ് നമ്മുടെ ജീവൻ. നമ്മൾ തന്നെ ദാനമാണ്. അഹങ്കരിക്കുവാനോ മേനി നടിക്കുവാനോ നമ്മൾക്ക് ഒന്നുമില്ല. ദൈവം തന്ന ദാനത്താൽ പാട്ടുകാരനാവാം, നന്നായി പഠിക്കാൻ കഴിവുണ്ടാകാം, വീട്ടിൽ പണമുണ്ടാകാം, സൗന്ദര്യമുള്ളവരാകാം. എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ദാനമാണ്. ദാനം തന്ന ദൈവത്തെ മറക്കാതിരിക്കുക. അവിടെ നിന്നും വന്നു, അവിടേക്കാണ് നാം പോകുന്നത്, പോകേണ്ടതും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രേതഭയം, ഇരുട്ടിനെ ഭയം, രാത്രി കറണ്ട് പോയാൽ പേടിച്ച് നിലവിളിക്കുക, മടി, പഠിക്കാനുള്ള മടി, പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, മറവി, പേടിസ്വപ്നം കണ്ട് നിലവിളിക്കുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, പറയുന്നതിന് എതിരി ചെയ്യുക, തർക്കുത്തരം പറയുക, മൊബൈൽ ഫോണിന് അടിമയാവുക, വാശി പിടിക്കുക, ചിക്കൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല, ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ വാശി പിടിക്കുക, ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കിടക്കുക, സ്കൂളിൽ മറ്റു കുട്ടികളുടെ പെൻസിൽ, റബ്ബർ, മറ്റു വസ്തുക്കൾ മോഷ്ടിക്കുക, മറ്റു കുട്ടികളുടെ ബുക്കിൽ കുത്തിവരയ്ക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മറ്റു കുട്ടികളുടെ ബുക്കിൽ എഴുതി വെക്കുക. ഇതെല്ലാം കാവൽ മാലാഖ കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ, അതായത് ചെകുത്താൻ ആധിപത്യം സ്ഥാപിച്ചതിന്റെ അടയാളങ്ങളാണ്. ചെകുത്താനെ ആട്ടി ഓടിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാവൽ മാലാഖയെ കൂടെ നിർത്തിയാൽ മതി. കാവൽ മാലാഖയ്ക്ക് നാം ചെവി കൊടുത്താൽ മതി. അതിനായി കുട്ടികൾ സ്വയം പ്രാർത്ഥിക്കണം. ചെകുത്താൻ ആധിപത്യം പുലർത്തുന്ന കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. അവരെ കൂടെ ഇരുത്തി മാതാപിതാക്കൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയാണ് ചെയ്യാവുന്ന മാർഗം. കാവൽ മാലാഖ കൂടെ നിൽക്കണമെന്ന് കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നില്ല. പേടി വരുമ്പോൾ മാത്രമാണ് കാവൽ മാലാഖമാരെ കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നത്. അതിനാൽ അമ്മമാർ അവരെ കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്ക് എപ്പോഴും തുണയായിരിക്കണമേ. ഇത് അമ്മമാരാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഇപ്പൊ കുട്ടികൾ ചിലപ്പോൾ അടുത്തില്ല, കുട്ടികൾ സ്കൂളിൽ പോയ സമയത്തൊക്കെയാണ് അമ്മമാര് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എങ്ങനെയാണിത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നോക്കാം. എന്റെ കാവൽ മാലാഖയെ എന്നെ ഉപേക്ഷിക്കരുതേ എന്നുള്ളത് എന്റെ മകന്റെ കാവൽ മാലാഖയെ, അല്ലെങ്കിൽ എന്റെ മകളുടെ കാവൽ മാലാഖയെ, എന്റെ മകനെ ഉപേക്ഷിക്കരുതേ, എന്റെ മകളെ ഉപേക്ഷിക്കരുതേ, അവൾക്ക് എപ്പോഴും തുണയായിരിക്കണമേ, അവനെ എപ്പോഴും തുണയായിരിക്കണമേ എന്ന രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എനിക്കായി ഒരു കാവൽ മാലാഖയെ തന്ന എന്റെ നല്ല ഈശോയെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ദൈവത്തിന്റെ മാലാഖേ, ദൈവസ്നേഹം ഈ ലോകത്തിൽ എന്നെ ഭാരമേൽപ്പിച്ചിരിക്കുന്ന എന്റെ സംരക്ഷക, എന്നെ പ്രകാശിപ്പിക്കാനും സംരക്ഷിക്കാനും നയിക്കാനും ഭരിക്കാനും എല്ലാ ദിവസവും എന്റെ കൂട്ടിനുണ്ടാവണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ അരികിൽ എന്റെ സംരക്ഷകനും എന്നെ നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴികാട്ടിയുമായി ഒരു മാലാഖയുണ്ട്. ഓരോ തിന്മ പ്രവർത്തിക്കുമ്പോഴും ഇത് തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിന്ത കാവൽ മാലാഖയാണ് നമുക്ക് തരുന്നത്. എന്റെ കാവൽ മാലാഖേ, എന്നെ നേർവഴിയിലൂടെ നടത്തണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ദൈവത്തിന്റെ സന്ദേശവാഹകനായ കാവൽ മാലാഖേ, എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ജനനം മുതൽ എന്നോടൊപ്പമുള്ള കാവൽ മാലാഖേ, മരണം വരെ എനിക്ക് കൂട്ടായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. കാവൽ മാലാഖേ, ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് കൂട്ടായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ, എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. വലിയ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നിപ്പിക്കരുതേ. എന്റെ കാവൽ മാലാഖേ,
എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എനിക്ക് പേടി തോന്നിക്കരുതേ, എനിക്ക് കൂട്ടായിരിക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഒറ്റയ്ക്കുള്ള യാത്രയിൽ അപകടത്തിൽ വീഴാതെ എന്നെ കാത്തുകൊള്ളണമേ. ഇരുട്ടിനോടുള്ള എന്റെ ഭയം മാറ്റിത്തരണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ജോൺ മാർപ്പാപ്പയ്ക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിക്കുക എന്ന ആശയം അദ്ദേഹത്തിന്റെ കാവൽ മാലാഖമാരിൽ നിന്നും സ്വപ്നത്തിലൂടെ ലഭിച്ചതാണെന്ന് പറയുന്നു. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഇരുട്ടിനോടുള്ള എന്റെ ഭയം മാറ്റിത്തരണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഓരോ സമയവും ആരോട് കൂട്ടുകൂടണം, ആരോട് കൂട്ടുകൂടണ്ട എന്ന് എനിക്ക് കാണിച്ചു തരണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ആരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ല, അവർ തനിച്ചാണെന്ന് ആരും കരുതേണ്ട എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ എല്ലാ വഴികളിലും യാത്രകളിലും എന്നെ കാത്തുകൊള്ളണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും സംരക്ഷക, എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തപ്പോൾ എനിക്ക് പേടി തോന്നിക്കരുതേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ കാൽ കല്ലിലും മുള്ളിലും തട്ടാതിരിക്കാനും നരകത്തിലേക്കുള്ള വഴിയിൽ ചലിക്കാതിരിക്കാനും കാത്തുകൊള്ളണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ ശരീരത്തിന് അകത്തും പുറത്തുമുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ദുഷ്പ്രേരണകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ അടുത്ത് ഉറങ്ങാതെ ഇരിക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഞാൻ ഉറങ്ങുമ്പോൾ ഇഴജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പ്രേതഭയത്തിൽ നിന്നും എനിക്ക് മോചനം തരണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഏലിയൻ പിടിക്കാൻ വരുന്ന സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. സൈറൻ ഹെഡ് പിടിക്കാൻ വരുന്ന സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. സോംബികൾ എന്നെ പിടിക്കാൻ വരുന്ന സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ആന, പാമ്പ്, മറ്റ് ഭീകരമൃഗങ്ങൾ കടിക്കാൻ വരുന്ന സ്വപ്നത്തിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ആകാശത്തേക്ക് ഉയർത്തിപ്പൊക്കിയ ശേഷം ഉയരങ്ങളിൽ നിന്നും താഴേക്കിടുന്ന സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽമാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ.
ഞാൻ ഉറങ്ങുമ്പോൾ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയിൽ നിന്നും രക്ഷിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനുള്ള ചെകുത്താന്റെ പ്രേരണ തിരിച്ചറിയാനുള്ള കഴിവ് തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള മടി മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്ന സ്വഭാവം മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. സ്കൂളിൽ വെച്ച് പെൻസിൽ, റബ്ബർ, ബുക്കുകൾ, കുട ഇവ മറന്നു പോകുന്ന സ്വഭാവം മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മറ്റു കുട്ടികളെ നിസാര കാരണത്തിന് ഉപദ്രവിക്കാനുള്ള ചിന്ത മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പിള്ളേരെ പിടുത്തക്കാരുടെ വഴിയിൽ കുടുങ്ങാതിരിക്കാനുള്ള വിവേകം തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പ്രേമം തുടങ്ങിയ ചിന്തകൾ മനസ്സിൽ വരാതെ കാക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പ്രേമത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുമായി കൂട്ടുകൂടാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ചീത്ത വാചകങ്ങൾ മറ്റു കുട്ടികളുടെ നോട്ട്ബുക്കിൽ ആരും കാണാതെ എഴുതുവാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പരീക്ഷയിൽ കോപ്പി അടിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്നെ ഭക്ഷണങ്ങളോടുള്ള ആർത്തിയിൽ നിന്നും മലിന വസ്തുക്കൾ ഭക്ഷിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മാതാപിതാക്കളോടൊപ്പം ഹോട്ടലിൽ കയറിയാൽ ഐസ്ക്രീം, ഷവർമ എന്നിവയ്ക്ക് വേണ്ടി വാശി പിടിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. കയ്യും മുഖവും കഴുകാതെ ഭക്ഷണം കഴിക്കുവാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ബേക്കറി സാധനങ്ങളോടുള്ള അമിതമായ ഇഷ്ടം മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ചിക്കൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്ന വാശി എന്നിൽ നിന്നും മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. വീടിനു പുറത്ത് അന്യർ വാങ്ങിത്തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പാപമാർഗത്തിലൂടെ പോകുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന ചിന്തയും തോന്നലും മനസ്സിൽ ഉണ്ടാക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. കാവൽ മാലാഖയുടെ ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവ് നൽകണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഞാനൊരു ദൂതനെ നിനക്ക് മുന്നേ അയക്കുന്നു, നിന്നെ കാത്തു സൂക്ഷിക്കാനും വഴിയിൽ നിന്നെ അനുഗമിക്കാനും, അങ്ങനെ നീ ഒരു തെറ്റും ചെയ്യുകയില്ല എന്നെഴുതപ്പെട്ടിരിക്കുന്നല്ലോ. ഞാൻ ജനിക്കുന്നതിന് മുൻപേ എനിക്കായി ഒരു ദൂതനെ തയ്യാറാക്കിയ കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. കർത്താവേ, അങ്ങേക്ക് ഞാൻ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. എൻ്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ.
എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എനിക്കായി ഒരു കാവൽ മാലാഖയെ തന്ന എൻ്റെ നല്ല ഈശോയെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ കാവൽ മാലാഖയുമായുള്ള ബന്ധം മുറിഞ്ഞു പോകാൻ ഇടവരുത്തരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ അകത്തും പുറത്തു നിന്നുമുള്ള അപകടങ്ങളിൽ നിന്നും കാക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പരീക്ഷാ സമയത്ത് പഠിച്ചതൊക്കെ ഓർമ്മ വരാൻ സഹായിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പ്രോഗ്രസ് കാർഡിൽ മാർക്ക് തിരുത്തി വീട്ടിൽ കാണിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എല്ലാ ദിവസവും കൃത്യമായി പഠിക്കാൻ തോന്നിപ്പിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മറ്റു കുട്ടികൾ കൊണ്ടുവരുന്ന പാൻപരാഗ് പോലുള്ളവ തിന്നു നോക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്റെ സുഹൃത്തും വഴികാട്ടിയുമായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്ന സംരക്ഷകനായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ദുഷ്ടചിന്തയിൽ നിന്നും രക്ഷിച്ച് നല്ല ചിന്ത തരേണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ദുഷ്ടശത്രുവിന് എന്റെ മേൽ സ്വാധീനമുണ്ടാകാതിരിക്കാൻ സ്വർഗത്തിൽ നിന്നുള്ള വിശുദ്ധ മാലാഖേ, എന്നോടൊപ്പം എന്നും ഉണ്ടായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. തിന്മയുടെ ശക്തികൾ എന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാനായി കാവൽ മാലാഖേ വരേണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ ഭാവനയും വിചാരങ്ങളും ദൈവത്തിന് യോജിച്ചവയായിരിക്കാൻ സഹായിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. നല്ല ചിന്തകളും ഭാവനയും നൽകി എന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മൊബൈൽ ഫോൺ ഗെയിമുകൾക്ക് അടിമയാകാതെ കാത്തുകൊള്ളണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. വീണ്ടും വീണ്ടും ഗെയിമുകൾ കളിക്കാനുള്ള ചിന്ത എന്നിൽ നിന്നും നീക്കിക്കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കുന്ന സ്വഭാവം മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മൊബൈൽ ഫോണിന് അടിമയാകാതെ കാക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ അനുഗ്രഹിക്കണമേ. പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ അകറ്റി നിർത്തണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പഠിക്കാൻ ബുക്കെടുക്കുമ്പോൾ തോന്നുന്ന മടി, ക്ഷീണം, ഉറക്കം എന്നിവ എന്നിൽ നിന്നും നീക്കിക്കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. വിദ്യാഭ്യാസ കാലത്ത് പഠനത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം അമിതമായി കളികളിൽ ശ്രദ്ധിക്കുന്നത് മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഫുട്ബോൾ കളിയെന്ന അമിത ചിന്ത എന്നിൽ നിന്നും മാറ്റിത്തരണമേ.
എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ക്രിക്കറ്റ് കളി എന്ന അമിത ചിന്ത എന്നിൽ നിന്നും മാറ്റിത്തരണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. അന്നന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോകുന്ന ശീലം വളർത്തേണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ചീത്ത കൂട്ടുകെട്ട്, ചീത്ത സഹപാഠികൾ എന്നിവരിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ബോധം തരണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. സംഘം ചേർന്ന് മറ്റു കുട്ടികളെ, മറ്റു ക്ലാസ്സുകാരെ തല്ലാൻ പോകുന്നവരോടൊപ്പം ചേരാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. കൂട്ടുചേർന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ചീത്ത വീഡിയോകൾ കാണാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, മരണം വരെ നിഴൽ പോലെ കൂടെ നിൽക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. തെറ്റിൽ വീണുപോയാലും അത് തിരുത്തി മുന്നേറാൻ തോന്നിപ്പിക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. തെറ്റിൽ വീണുപോയാലത് മാതാപിതാക്കളോട് തുറന്നു പറയാൻ തോന്നിപ്പിക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ദൈവത്താൽ അയക്കപ്പെട്ട എന്റെ സ്വർഗീയ കാവൽക്കാരെ, പെട്ടെന്നുള്ള അപകടമരണത്തിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പരീക്ഷാ സമയത്തെ സ്ട്രെസ്, ടെൻഷനിൽ നിന്നും കാക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. അധ്യാപകരോട് അനുസരണക്കേട് പറയാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ആരോടും നുണ പറയാൻ തോന്നിപ്പിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഓരോ കുഞ്ഞുമക്കളെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഇടനിലക്കാരനായ കാവൽ മാലാഖേ, എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ആസന്നമായ രോഗത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കാക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മനുഷ്യരുടെയും പിശാചിന്റെയും ദ്രോഹകരമായ ഗൂഢാലോചനയിൽ നിന്നും രക്ഷിക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. രോഗം വന്ന് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഇരുട്ടിന്റെ ശക്തികളെ തകർക്കണമേ. സാത്താന്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന വിധം എന്റെ കണ്ണുകൾ തുറപ്പിക്കണമേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മാതാപിതാക്കളുടെ പണം മോഷ്ടിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മറ്റൊരാളുടെ വസ്തുക്കൾ മോഷ്ടിക്കാൻ തോന്നിക്കരുതേ. എന്റെ കാവൽ മാലാകെ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ.
എന്റെ സ്നേഹം നിറഞ്ഞ കാര്യസ്ഥനെ, എനിക്ക് നേർവഴി കാണിച്ചു തരാൻ അയക്കപ്പെട്ട ഇടയനെ, എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. അനുദിന ജീവിതത്തിൽ ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ എന്നെ തുണയ്ക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ ആത്മീയ ശത്രുവിനെ തിരിച്ചറിയാനുള്ള വിവേകം തരണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. നന്നായി പഠിച്ച് നല്ല ജോലി നേടുന്നത് കാണാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ വഞ്ചിക്കുകയില്ല. മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് ദൈവചിന്തയോടെ ജീവിക്കാൻ വേണ്ട തിരിച്ചറിവ് തരണമേ കാവൽ മാലാഖേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ആരെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും മോഷണ ചിന്ത കൂടാതെയും ജീവിക്കാൻ തോന്നിപ്പിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ആരുടെയും നോട്ട് ബുക്കുകളോ പാഠപുസ്തകങ്ങളോ ബാഗോ നശിപ്പിക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ എന്നെ തോന്നിപ്പിക്കരുതേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. സത്യമാർഗത്തിൽ നിന്നും വ്യതിചലിക്കാൻ പിശാചു നൽകുന്ന പ്രേരണ തിരിച്ചറിയാൻ തോന്നിപ്പിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. അമിത വേഗത്തിൽ സൈക്കിൾ ഓടിച്ച് കേമത്തം കാട്ടാനുള്ള മിഥ്യാഭിമാന ബോധം എന്നിൽ നിന്നും എടുത്തു കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. വാഹനാപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്നും ബുദ്ധി കുറവാണെന്നുമുള്ള അപകർഷതാബോധം എന്നിൽ നിന്നും നീക്കിക്കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ ആഗ്രഹം മാത്രം നടക്കണം എന്ന വാശി എന്നിൽ നിന്നും എടുത്തു കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന അപകർഷതാബോധം എന്നിൽ നിന്നും എടുത്തു കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. മാത്തമാറ്റിക്സ് പഠിക്കാൻ എനിക്ക് കഴിയില്ല എന്ന ചിന്ത എന്നിൽ നിന്നും എടുത്തു കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് കഴിയില്ല എന്ന ചിന്ത എന്നിൽ നിന്നും എടുത്തു കളയണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ രോഗത്തിൽ ആശ്വാസവും തുണയുമായിരിക്കണമേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനകൾ കാവൽ മാലാഖേ ദൈവസന്നിധിയിലെത്തിക്കണേ. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് അത് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാവൽ മാലാഖയിലൂടെ ഞങ്ങൾ ചോദിച്ചതും ഞങ്ങൾക്ക് ഉചിതവുമായ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എനിക്കായി ഒരു കാവൽ മാലാഖയെ തന്ന എൻ്റെ നല്ല ഈശോയെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. കാവൽ മാലാഖയോടുള്ള സമാപന പ്രാർത്ഥന. എന്നെ കാക്കുന്ന മാലാഖയെ, എന്നെ വിട്ടുപിരിയാത്ത എത്രയും ഉറപ്പുള്ള തുണയെ, ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം കണ്ടറിഞ്ഞ് സങ്കടപ്പെടുകയും എന്റെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ കാത്തുരക്ഷിക്കുകയും ചെയ്തു വരുന്നുവല്ലോ. ആയതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്യുവാൻ പോകുന്ന കുമ്പസാരം കഠിന വിധിക്ക് ഹേതുവാകാതെ
എന്റെ പാപങ്ങൾക്ക് പൂർത്തിയും എന്റെ ആത്മീക വ്യാധികൾക്ക് ശാന്തതയും എന്റെ ദുരിച്ഛകൾക്ക് അടക്കവും ഉണ്ടാകുന്നതിനും എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതുവരെ നാം ചെയ്ത പാപങ്ങൾക്കെല്ലാം ശിക്ഷയുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്കും ശിക്ഷയുണ്ട്. ഇനി പാപം ചെയ്യാതെ, നുണ പറയാതെ, മോഷ്ടിക്കാതെ, മറ്റു കുട്ടികളെ ഉപദ്രവിക്കാതെ, മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യണം. ഇപ്പോൾ തന്നെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യണം. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. കാവൽ മാലാഖയിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ട ബുദ്ധിയും അനുഗ്രഹങ്ങളും തരും. നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വീടിനെയും ദൈവം അനുഗ്രഹിക്കും. നമുക്ക് ദൈവത്തിന്റെ പ്രിയ പൈതലായി മാറാം. കർത്താവേ, അങ്ങേക്ക് ഞാൻ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. എന്റെ കാവൽ മാലാഖേ, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കെപ്പോഴും തുണയായിരിക്കണമേ. എനിക്കായി ഒരു കാവൽ മാലാഖയെ തന്ന എന്റെ നല്ല ഈശോയെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു.